പറമ്പിക്കുളത്ത് അടുത്തുള്ളതായ ഈ ടോപ്പ് സ്ലിപ്പ് എന്ന് പറയുന്ന സ്ഥലം കോയമ്പത്തൂർ ജില്ലയിൽപ്പെട്ട ഒന്നാണ്. ഇവിടെയുള്ളതായ ആന ക്യാമ്പുകൾക്ക് ഉള്ള പ്രത്യേകത, ആന ക്യാമ്പുകൾ പല ദിക്കിലുമുണ്ട്. ഈ ആന ക്യാമ്പിനുള്ള പ്രത്യേകത തമിഴ്നാട്ടിൽ ഇപ്പോൾ ധാരാളം കാണുന്നതായ മുതുമലയും ഇവിടെയുള്ള ആന ക്യാമ്പുകൾക്കുള്ള പ്രത്യേകത, ആനകൾക്ക് നൈസർഗികമായ ജീവിതത്തിന് കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. അതിനെ രാത്രി അല്ലെങ്കിൽ ഒക്കെ അഴിച്ചുവിടും, ഒരു ഇഴച്ചങ്ങലയൊക്കെ ഇട്ടിട്ടോ ഒക്കെ അഴിച്ചുവിടും. അതിനെ വെളുപ്പാൻ കാലത്ത് കൊണ്ടുവരാം. അതിന് കാട്ടാനകളായിട്ട് മിങ്കിൾ ചെയ്യുന്നതിനുള്ളതായ കുറേ സൗകര്യങ്ങളുണ്ട്. പ്രകൃതിയുടെ എല്ലാവിധത്തിലുള്ളത് ഇണങ്ങി ജീവിക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നുമില്ല. നമ്മളാണെങ്കിൽ പൂരത്തിനും അല്ലെങ്കിൽ ഉത്സവത്തിനുമൊക്കെ ലോറിയിൽ കൊണ്ടുപോയി സ്വാഭാവികമായിട്ട് അതിൻ്റെ ചലനം കൂടിയും നിഷേധിച്ചിട്ടാണ് പലപ്പോഴും കേരളത്തിൽ സംഭവിക്കുന്നത്. നടക്കാൻ തന്നെ സൗകര്യമില്ല, അതിന് ലോറിയിൽ കൊണ്ടുപോകും. അപ്പോൾ ഇത്ര വലിയൊരു സാധനത്തിൻ്റെ ചലന ശേഷി സ്വാതന്ത്ര്യത്തിനും കൂടി ഇല്ലാതെ കൊണ്ടാക്കുകയാണ്. പക്ഷേ തമിഴ്നാട്ടിൽ ഈ പറയുന്ന ടോപ്പ് സ്ലിപ്പ് എന്ന് പറയുന്ന ക്യാമ്പിലും അതിനെ അഴിച്ചു വിടും, ഒരഴച്ചങ്ങലയൊക്കെ ആയിട്ട് വിടും. അതിൻ്റെ ആനക്കാർ പോയിട്ട് പിറ്റേ ദിവസം കൊണ്ടുവരും. അപ്പോൾ അതിന് കാട്ടിൽ അതിൻ്റെ സ്വാഭാവികമായ ജീവിതരിയോട് ഒത്തുനിങ്ങുന്ന തരത്തിൽ ജീവിക്കാൻ പറ്റും. അത്തരത്തിലുള്ള ക്യാമ്പിലും പലപ്പോഴും ഓരോ ആനകൾക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ടാവും. പ്രതിജന്മ വിഭിന്നമാണ് അവരുടെ സ്വഭാവം എന്ന് പറയുന്ന മാതിരി ഈ ആനകൾക്കും ഓരോ ആനയ്ക്കും അതിൻ്റെ സ്വഭാവങ്ങൾക്ക് ഈഷൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അതിൻ്റെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, അതിൻ്റെ ശത്രുതകൾ, അതിൻ്റെ താല്പര്യങ്ങൾ, ഇത്തരത്തിലുള്ളതായ ഓരോ ആനയ്ക്കും അതിനോടടുത്ത് പെരുമാറുന്നവർക്ക് അറിയാവുന്ന വിധത്തിലുള്ളതായ ഈ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും അതിൻ്റെ സ്വഭാവ പരിണാമങ്ങളും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കൂടി കടന്നു പോകുന്നത്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കൂടി ഒരു അറിവിനെ നൽകുന്നതായ ഒന്നുകൂടിയാണ്, അക്കാഡമിക്കായിട്ടും കൂടി ഉള്ളതായ ഒരു എപ്പിസോഡാണ് ഇത്. തമിഴകത്തെ അപൂർവ സുന്ദരങ്ങളായ ആന ക്യാമ്പുകളിൽ അദ്വിതീയമെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ടോപ്പ് സ്ലിപ്പ്. കോയമ്പത്തൂർ ജില്ലയിൽ പൊള്ളാച്ചിക്ക് സമീപം പറമ്പിക്കുളം റൂട്ടിലാണ് ടോപ്പ് സ്ലിപ്പ് ക്യാമ്പെങ്കിലും പ്രധാന റോഡിൽ നിന്നും 6-7 കിലോമീറ്റർ അകത്തോട്ട് മാറി തനി കൊടുങ്കാടിനുള്ളിലാണ് കോഴിക്കമ്മത്തി എന്ന് വിളിക്കപ്പെടുന്ന പ്രധാന ആനക്യാമ്പ്. മുതുമല ആനക്യാമ്പിലെ വിശേഷങ്ങൾ കണ്ടും കേട്ടും അടുത്തറിഞ്ഞിട്ടുള്ള നമ്മൾ ഇതാ ആനമലയ്ക്കടുത്തുള്ള ടോപ്പ് സ്ലിപ്പിലേക്ക്. ടോപ്പ് സ്ലിപ്പിലെ ആനക്യാമ്പ് ശരിക്കും വനമധ്യത്തിൽ തന്നെയാണ്. വനം വകുപ്പിൻ്റെ വണ്ടികളിലോ അല്ലെങ്കിൽ ജീപ്പുകളിലോ മാത്രം ചെന്നുപറ്റാൻ കഴിയും വിധം ദുർഘടമായ റോഡുകൾ. കാറുകൾ പോലുള്ള സ്വകാര്യ വാഹനങ്ങളിൽ ഭാഗ്യം പരീക്ഷിക്കാമെന്ന് വെച്ചാൽ വഴിനീളെയുള്ള സ്പീഡ് ബ്രേക്കറുകൾ പത്തിവിടർത്തും. അതിനാൽ മുട്ടിനെന്നോണം ഇറങ്ങി നടക്കേണ്ടിയും വരും. സമയം ശരിയല്ലെങ്കിൽ ഏത് നിമിഷവും എവിടെ നിന്നും ഒരു കരടിയുടെയോ കാട്ടുപോത്തിൻ്റെയോ കാട്ടാനയുടെയോ ഒക്കെ കടന്നാക്രമണം തീർത്തും പ്രതീക്ഷിക്കേണ്ടതിനാൽ അതൊട്ടും തന്നെ അഭികാമ്യവുമല്ല. കാട്ടുപോത്തും കരടിയും കാട്ടാനകളും മാത്രമല്ല നമുക്ക് മുന്നിലെ ഭീഷണികൾ. ക്യാമ്പിൽ നിന്നും കാലിൽ വെറുമൊരു നീട്ടുചങ്ങല മാത്രമായി കാട്ടിലേക്ക് മേയാൻ വിടുന്ന ആന അന്തേവാസികളെയും സൂക്ഷിക്കണം. പക്ഷേ ചില നേരങ്ങളിൽ ചില മനിതர்கள் അങ്ങനെയാണ്. കാടിൻ്റെ സ്വർലോക ഭംഗി കാണുകെ സ്വയം മറന്നുപോകും. പക്ഷെ അതുകൊണ്ടെന്താ, അത്യപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന മലമുഴക്കി വേഴാമ്പലുകളെ തന്നെ തൃക്കൺ പാർക്കാൻ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു. സഞ്ചാരികളെ ക്യാമ്പിലെത്തിക്കുവാൻ വനം വകുപ്പിൻ്റെ വാഹനമുണ്ട്. പക്ഷേ രാവിലെയും വൈകിട്ടും അന്തേവാസികളും അവരുടെ പാപ്പാന്മാരും എല്ലാവരും ഭക്ഷണത്തിനും ഹാജർ പരിശോധനയ്ക്കുമൊക്കെയായി ഒത്തുചേരുന്ന സമയത്താണെങ്കിൽ മാത്രമേ നമുക്കെല്ലാവരെയും ഒന്നിച്ചു കാണാൻ സാധിക്കൂ. അല്ലാത്ത സമയങ്ങളിൽ കാലിൽ വലിയൊരു നീട്ടുചങ്ങല മാത്രമിട്ട് ആനകളെ അവരവരുടെ വഴിക്ക് മേയാൻ വിടും. ക്യാമ്പിലെ ആനക്കാർ മുഴുവനും ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അച്ഛനൊപ്പം മക്കളും സഹോദരങ്ങളുമെല്ലാം ഒന്നു ചേരുന്ന കുടുംബകാര്യമാണ് ഇവർക്ക് ആനയെ പോറ്റൽ. 80 കുടുംബങ്ങളിലായി ഏതാണ്ട് 400ഓളം പേരാണ് ഈ ആദിവാസി സെറ്റിൽമെൻറ്റിലുള്ളത്. വനമധ്യത്തിലായതിനാൽ വൈദ്യുതി ഇനിയും എത്തിച്ചേർന്നിട്ടില്ല. 4-5 കിലോമീറ്ററുകൾ കാട്ടിലൂടെ നടന്നു വേണം കുട്ടികൾക്ക് സ്കൂളിലെത്താൻ.
അല്ലെങ്കിൽ ടോപ്പ് സ്ലിപ്പ് ഓഫീസിനടുത്തുള്ള ഹോസ്റ്റലിൽ താമസിച്ചും പഠിക്കാം. ആനപ്പണി ചെയ്യുന്നവരിൽ ന്യൂനപക്ഷത്തിനെ സർക്കാർ സർവീസ് പ്രകാരമുള്ള സ്ഥിരം പാപ്പാന്മാരുടെ തസ്തികയുള്ളൂ. മറ്റുള്ളവർ താൽക്കാലിക ജീവനക്കാരാണ്. ആനപ്പണിക്ക് പുറമേ വനം കൊള്ളയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റി പോർച്ചിങ് വാർഡൻസ് എന്ന തസ്തികയിലും കുറേ പേർ ജോലി നോക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് എലിഫന്റ് ഇങ്ങനെ கேப்சர்ட் எலிஃபென்ட் ஆயிருந்தா கூட அவருக்கு ஒரு சோஷியல் லைஃப் இருக்கும். எஸ், அது குரூப்பாக தான் எப்போவுமே வந்து அது வாழும். காட்டானைக்கு அது சோஷியல் லைஃபுக்கு ரொம்ப ஒரு இம்பார்ட்டன்ஸ் கொடுக்கு. அதுக்கு ஒரு குரூப்புக்கு ஒரு ஹெட்னு ஒரு குரூப் எஸ் சார், 8 எலிஃபென்ட் அல்லது 10 எலிஃபென்ட் ஒன்றா இருக்கும். அப்படித்தான். ஆமாம் ஆமாம். அதுக்கப்புறம் போகாது, அதுக்கு மேலே போகாது. கூடுமான வரைக்கும் ஒரு 8லேருந்து 10க்குள்ள தான் ஒவ்வொரு குரூப். அப்போ ஒரு குரூப் லார்ஜ் ஆகும்போது செப்பரேஷன் இருக்குமா? இருக்குங்க. அதாவது இந்த குரூப்புக்கு வந்து எப்போவுமே ஒரு கேப்டனாக இருக்கக்கூடியது ஒரு ஏஜான வந்து ஃபீமேல் எலிஃபென்ட் தான். ஃபீமேல் எலிஃபென்ட் தான். அந்த ஃபீமேல் எலிஃபென்ட்டை பெரும்பாலும் இங்கே வந்து ஆன்டி எலிஃபென்ட் அப்படின்னு சொல்லுவோம். ஆன்டி எலிஃபென்ட் அத்தை யானைன்னு சொல்லுவோம். இதுதான் வந்து அந்த குரூப்பை கம்ப்ளீட்டாக வழிநடத்தி போகும். லீடர்ஷிப் அது என்ன உத்தரவு கொடுக்குதோ அதன்படி தான் மற்ற யானைகள் நடந்து அது கூடவே போகும் வரும். முன்னால் ஏதாவது ஆபத்து இருந்தால் கூட இதுதான் போய் பார்த்து அதை வந்து ப்ரொடெக்ட் பண்ணும். முதலில் தான் இல்லை. ஆமாம். அப்போ அதே மாதிரி அந்த குரூப்பில் இருக்கக்கூடிய குட்டிகள் இருக்குது இல்லைங்களா, குட்டிகள் வந்து பெரும்பாலும் ஆண் யானையாக இருந்தாலும் சரி பெண் யானையாக இருந்தாலும் சரி ஒரு 12லிருந்து 15 வயது 15 அதுக்குள்ளே வந்து மெச்சூர் ஆயிரும். அப்படி மெச்சூர் ஆச்சுன்னா அதுக்கு வந்து அந்த இனப்பெருக்க காலம்னு சொல்லுவோம். அந்த நேரங்களில் இன்பிரீடிங் ஆகக்கூடாது. ஒரு குரூப்புக்குள்ளேயே இன்பிரீடிங் ஆகக்கூடாதுங்கிறதுக்காக அந்த ஆன்டி எலிஃபென்ட் என்ன செய்யும்னு கேட்டிங்கன்னா இந்த ஆண் குட்டி யானைகளை விரட்டி விட்டுரும். காட்டுக்குள்ளே குரூப்புக்குள்ளே இருந்து வெளியே விரட்டிடும். அந்த யானை சாரி அது ஒத்தையாக சுற்றுங்க. ஒத்தையாக சுற்றும். அதே மாதிரி விரட்டி விடுற அன்னைக்கு வேறொரு குரூப்பில் வேற ஒரு குரூப்பில் இது வந்து கரெக்டான இன்னொரு 5 இயர்ஸ் வரைக்கும் ஒரு 20 இயர்ஸ் வரைக்கும் வரணும். நல்ல மஸ்து நல்ல ஒரு ஹெல்த்தி ஆகிற வரைக்கும் அது வந்து அப்படியே அடைஞ்சிட்டு தான் இருக்குங்க. ஆமாங்க. அதுக்கப்புறம் அதே மாதிரி ஹீட்டில் இருக்கக்கூடிய அந்த குரூப்பில் வேற ஒரு குரூப்பில் இருக்கக்கூடிய பெண் யானை குட்டியும் வந்ததுன்னா ரெண்டும் சேரும். அப்படியே அப்படியே அந்த இன்னொரு கூட்டமாயிரும், புது கூட்டமாயிரும், குரூப் ஆயிரும். அப்படிதான் அந்த மாதிரி தாங்க. அதே மாதிரி யானையினுடைய பிரசவ காலங்களையும் அந்த ஆன்டி எலிஃபென்ட்னு சொல்லக்கூடிய யானை தான் அதனுடைய தலைமையில் தான் பிரசவம் நடக்கும். அதெல்லாம் சுற்றிலும் மற்ற யானைகள் நின்றுக்கும். இந்த யானை தான் பாதுகாப்பாக இருந்து அதனுடைய குட்டி வந்து பிரசவிக்க காலம் வரைக்கும் அது கூடவே இருக்கும். ஆமாம், குரூப்பாக இருக்கும், கூடவே இருக்கும். அப்போ நம்மளிപ്പോൾ ஒரு குரூப் ஒரு சின்ன யானையை விரட்டி விடுன்னு சொல்லி. ஆமாங்க. அந்த யானை ஒற்றை யானை மாறுமா? ஆமாம், ஒற்றை யானையாக மாறும். சில வேளைகள் அது வந்து ரொம்ப ஃபெரோசிஸ் ஆகும். கண்டிப்பாகும். ஏன்னா சிலது வந்து அது அப்படியே அது நேச்சராகவே வாழ பழகிடும். சிலதுக்கு கோவம் வரும். குரூப்லேருந்து நம்மளை விரட்டிட்டாங்களே ஒற்றப்படுத்திட்டாங்கன்னு சொல்லிட்டு கோவம் வந்ததுன்னா அப்போ அது என்ன செய்யும், மற்ற யானை கூட சண்டை போடும். வேறு ஏதாவது ஆள்கள் வந்ததுன்னா அவங்க போய் அட்டாக் பண்ணும். அந்த மாதிரி செய்யக்கூடியது
ആയിരുന്നു. Potential females like Selvi, Sivahami, and now the new thing is new animal is Kalpana. It's a young lady. It's aged about nearly 25. 25 years old. Highest female in our camp. Highest female in our camp. Our Selvi delivered 8 calves. 8 calves in the camp. That Sivahami delivered 6 calves. Vijay Lakshmi also giving 4 calves. All females are Sharada we have one, but Sharada is giving only 3 calves. It's very minimum calves. But we have a very minimum strength of female. Females, Numbers are very less. compared to the male. Yes, overall in captivity, the female population is very low. So the chances for this delivery. Delivery is also very minimum. And another thing for males, we have no females. So naturally, So we are all always concentrating on females. We are protecting, we are giving for treatments, we are giving special care, food and other things for the females during the pregnancy. when it was the last delivery? Here it is. 3 years back. 3 years back. 3 years back. Now I think that Selvi is mate with Kalim. So you are expecting We are expecting another pregnancy. newborn baby, new Yes, baby. new baby.
with Selvi and Sivagami. Both the animals are made with നല്ലൊരു കലാകാരനുമാണ്. കപിലിനെ ഇപ്പൊ കെട്ടിപ്പോട്ടിരിക്കുന്നത് ഇവനും മറ്റേ ആനയെല്ലാം അറ്റാക്ക് പണ്ണത് അല്ലേ അന്തൊരു ടെൻഡൻസി ഇരിക്കേ അതുക്കാകെ എല്ലാ ആനയും മറ്റേ അഞ്ചനുമായിട്ടും കൂടെ ഇരിക്കേ മറ്റേ ഇത് തന്നെ ഭരണി വെങ്കിട്ട് എല്ലാത്തിനും അറ്റാക്ക് பண்ணிருக்கு ഒരു മാള കലീം സ്വഭാവം ക്യാരക്ടർ മാതിരി ആയിடுச்சு அதுக்காக தான் கெட்டிப்போட்டிருக்கா அதுக்காக இல்லட்ட இது പിന്നെ കുറച്ച് വേറെ മാറ്റം மட்டும் സ്വഭാവം ഒന്നും നല്ല അതിനു വേണ്ടി അതിനു വേണ്ടി കെട്ടി പോട്ടിருக்கு ഇല്ലട്ടി എവിടെ ഒന്നും പോകട്ടെ ഊർ ടൗൺ ഒക്കെ ഭയപ്പെടാது ഇത് നിറയെ സഞ്ചരിച്ചിരിക്കുക അല്ലേ യാത്ര ചെയ്തിട്ടുള്ള ആന എങ്ങനെയൊക്കെ പോയിരിക്കും അതിപ്പോ മറിഞ്ഞല്ലട്ട ഊട്ടി കൂടലൂർ നിലക്കോട്ട പാടന്തുറപ്പാട്ട വേൽ സോടിപ്പാല ഏർക്കാട് சேலம் கோத்தகிரி முள்ளிக்குற கோயில் வால்பாறை சோலையாறு டோன்முடி இஞ்சிப்பாறை முரளிச்சே ஸ்ரீராம்சேட் சேக்கல்முடி தாய்முடி சீடியாறு செட்டிப்பாளையம் மயில்கல் வாழையாறு சின்னத்தடவு മാങ്കര പന്നിമേട് ഇത്ര സ്ഥലങ്ങളിൽ അപ്പൊ ഇവൻ നമ്മ കപിൽ ദേവ് മാതിരി ഒരു യാത്ര പണി വേറെ ഒരു ആനയും അങ്ങനെ പോകില്ലട്ട അങ്ങനെ നിറയെ നാടുകൾ ഒക്കെ നിറയെ ഊരൊക്കെ ചുറ്റി பாதி மலர் போலை வளரும் கிளிவண்ணமே உன்னன் விடுந்த வெடியாதை காலை பொழுதாகி விளைந்த கலையென்னமே நதியில் விளையாடி கொடியின் தலை சீவி நடந்த இளம் தென்றலே வளர்பொதிகை மலை தோண்டி மதுரை நகர் கண்டு பொலிந்த தமிழ் மன்றமே யானை படை கொண்டு சேன பலவென்று வாழ பிறந்தாயடா அது வாழ பிறந்தாயடா அத்தை மகளை மனம் கொண்ட இளமை வழி கண்டு வாழ பிறந்தாயடா பிறந்தாயடா அத்தை மகளை மனம் கொண்டு இளமை வழி கண்டு
நல்லா இருக்கு ரொம்ப பிரமாதம் இது என்ன படத்துல பாடுற இது இந்த இதில் அட்டந்தா ஆலயமணியில் ஆலைமணியில் சிவாஜி யாரா சிவாஜி தானே சிவாஜி അല്ലേ ശിവാജി പിന്നെ ആര് ജോഡി ജോഡി സരോജ ദേവി അങ്ങനെ തന്നെ നമ്മളെ സന്മനസ്സുള്ളവർക്ക് സമാധാനം സിനിമയിലെ ശ്രീനിവാസൻ പറയും ഈ കാക്കിക്കുള്ളിൽ ഒരു കലാകാരനുണ്ടെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ ആനക്കോട്ടയിലെ രണ്ട് ശബ്ദത്തിലും പാടുന്ന പാട്ടൊക്കെ ഫുള്ള പാടട്ടോ ഈ ആനയുടെ കൂടെ ജീവിക്കുമ്പോഴും ഒരു നല്ല കലാകാരൻ ഒരു കലാകാരന്റെ മനസ്സിപ്പോഴും കൈമോശം വരാത്ത ആളാണ് നമ്മുടെ ഈ ഫോർ എലിഫന്റിന് വേണ്ടി നമ്മുടെ അഭിനന്ദനങ്ങൾ മലയാള പാട്ടും കൂടി ഒന്ന് തരും